ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന OnePlus Nord2 വേഴ്സസ് ദ Realme GT Master. സോ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ഫോണാണ്, നമ്മുടെ Realme GT Master ഫ്രം Realme. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ Nord2 വേഴ്സസ് നമ്മുടെ Realme GTയുടെ ഒരു കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ ബിൽഡിൽ തന്നെ തുടങ്ങാം. സോ ബോത്ത് ഫോൺസ്, രണ്ട് ഫോൺ നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ പക്ക കോമ്പാക്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടോ, രണ്ടും പക്ക കോമ്പാക്ട്, മീൻസ് അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാത്ത രണ്ട് ഫോൺസ് ആണ് രണ്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ Realme GT പറയുകയാണെങ്കിൽ ഒരു 174 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫോണാണ്. ആൻഡ് മീൻ വൈൽ ഇതിൻ്റെ തിക്നെസ് 8 mm ആണ് തിക്നെസ് വരുന്നത്. ഇതിൻ്റെ വോയിജർ ഗ്രേ കളർ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടും, ഒരു 8.7 mm, പിന്നെ വെയിറ്റ് 180 ആവും. ആൻഡ് മീൻ വൈൽ നമ്മുടെ Nord2 നോക്കുവാണെങ്കിൽ Nord2ൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു 8.2 mm തിക്നെസ്സും 189 grams. സോ ഇപ്പം എൻ്റെ കഴിക്കുന്ന കറണ്ട് വരും നോക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്ററും സ്ലിമ്മും നമ്മുടെ Realme GT Master തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെ കാര്യം വെച്ചാൽ രണ്ടിൻ്റെ ഡിസ്പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ വന്ന് രണ്ടും കോണിംഗ് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബട്ട് ബാക്കിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മുടെ Nord2 വരുന്ന കോണിംഗ് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ബാക്കാണ് വരുന്നത്. ബട്ട് ഇതൊരു പ്ലാസ്റ്റിക് ബാഗാണ്. ഓക്കെ, സോ പ്ലാസ്റ്റിക് ബാഗ് ആണെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഫീൽ കിട്ടുന്ന അത്യാവശ്യം പ്രീമിയംനെസ് കിട്ടുന്ന ഒരു ബാഗ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇതൊരു പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ഉണ്ടോ. ആൻഡ് Nord2 ഒരു ഗ്ലാസ് ബാക്ക് തന്നെയാണ്, അത്യാവശ്യം ഒരു പ്രീമിയംനെസ് കിട്ടുന്ന ഒരു മാറ്റ് ഫിനിഷാണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ്സ് അല്ല ഇത് സാധനം. ഓക്കെ, ആൻഡ് ബോത്ത് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതൊരു 5 ലെയർ കോട്ടിങ്, അധികം ഫിംഗർ പ്രിൻറ്റ്, ചെറിയ രീതിയിൽ ഫിംഗർ പ്രിൻറ്റ് ഉണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫിംഗർ പ്രിൻറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇത് ഏറ്റവും ചീപ്പറായിട്ട് വന്നിരിക്കുന്ന ഡിവൈസാണ് നമ്മുടെ Realme GT. ബിക്കോസ് ഇതിൻ്റെ 8120ൻ്റെ പ്രൈസിങ് 27,999, ഇതിൻ്റെ 8120ൻ്റെ പ്രൈസിങ് 29,999 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. സോ ഒരു 2,000 രൂപ ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ട് ഫോൺസ് തമ്മിൽ. ബട്ട് കുറേ ഡിഫറൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ തുടങ്ങാം. സോ ഗൈസ്, ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും സെയിം ഡിറ്റോ ആണ്. 6.43 ഇഞ്ച് AMOLED ഡിസ്പ്ലേസ് ആണ് രണ്ടിനും വരുന്നത്. അത്യാവശ്യം കണ്ടോ, അത്യാവശ്യം ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്പ്ലേ സൈസിൽ ഒരു സ്വീറ്റ് സ്പോട്ട്, ഭയങ്കര ബൾക്കി അല്ലാത്ത ഒരു പക്ക സൈസസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് രണ്ടിനും. ഓൾമോസ്റ്റ് സെയിം തന്നെ. അത് രണ്ടും ലെഫ്റ്റ് ഓറിയൻറ്റഡ് പഞ്ച് ഹോളാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. ഓക്കെ, സോ ഡിസ്പ്ലേയുടെ സൈസിൻ്റെ കാര്യത്തിലും കംഫർട്ടിൻ്റെ കാര്യത്തിലും വെയിറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ. പിന്നെ ആ ഗ്ലാസ് ബാക്കിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ കണ്ടറിയാം നമ്മുടെ ഇത് Nord2. സോ Nord2 നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഹെഡ്ഫോൺ ജാക്കിൻ്റെ മിസ്സിംഗ് ഉണ്ട്. ബട്ട് മീൻ വെൽ നമ്മുടെ Realme GT ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള നമുക്ക് മൈക്കാണ് വരുന്നത്. പിന്നെ അതിന് തൊട്ടിപ്പുറം USB Type-C, പിന്നെ എൻ്റെ സ്പീക്കർ ഗ്രില്ല്. ആൻഡ് മേളിൽ നമുക്ക് നമ്മുടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ് വരുന്നത്. ഓക്കെ, സോ നമുക്കൊരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ഡിസ്പ്ലേ അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഏതാണ് Nord2 ഏതാണ് Realme GT Master എന്ന്. കാരണം അത്രയ്ക്കൊരു, കാരണം ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. അതിൻ്റെ ബെസൽസ് കണ്ടോ, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കണ്ടോ, ബെസൽസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടും ഒന്ന് ക്ലോസ് ആയി കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ, കണ്ടോ, രണ്ടും നല്ല പക്കയാണ് കേട്ടോ കളേഴ്സിൻ്റെ കാര്യത്തിലായാലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതാണ് നമ്മുടെ Nord2 എന്ന ഇതാണ്. ഓക്കെ, ഞാനിവിടെ അലേർട്ട് സ്ലൈഡർ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ പെട്ടാനേ ഗൈസ്. ഓക്കെ, സോ നമ്മുടെ Nord2ൻ്റെ കാര്യം പറയുന്നത് നമുക്ക് Nord2 വരുന്നത് 6.43 ഇഞ്ച് ഫുൾ HD തന്നെയാണ്. ഒരു 410 pp ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, രണ്ടും ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പക്ക എക്സാക്റ്റ് സെയിം ഡിസ്പ്ലേ എന്ന് എനിക്ക് പറയാൻ അത്രയ്ക്ക് റിയലി ക്ലോസ് ആണ് രണ്ടും. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് അതും ഫുൾ HD തന്നെയാണ്, 409 pp ആണ്. ഓൾമോസ്റ്റ് സെയിം തന്നെ. രണ്ടും HDR10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേസ് ആണ്. സോ Nord2 നമുക്ക് HDR10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, സോ രണ്ടും ഒരു 6.43 ഇഞ്ച് 409 pp ഫുൾ HD ഡിസ്പ്ലേസ് ആണ് നമുക്ക് രണ്ടിനും അടിപൊളി വ്യൂയിങ് ആംഗിൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഉണ്ടാവും ഏതാണ് സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് ചോദിച്ചാൽ സോർട്ട് ഓഫ് ടൈ ഗൈസ്, ടൈ പ്യൂർലി ടൈ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ബിക്കോസ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടൈ ആണ്. ബട്ട് ഇനിയാണ് മെയിൻ കാര്യത്തിൽ വരിക. ദാറ്റ് മീൻസ് ഈ ഡിസ്പ്ലേയുടെ റീഫ്രഷ് റേറ്റ്സ്. ഓക്കെ, സോ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മുടെ Nord2 ജസ്റ്റ് 90 Hz റീഫ്രഷ് റേറ്റേ ഉള്ളൂ. സോ സെറ്റിങ്സ്, സോ രണ്ടും സെറ്റിങ്സ് എടുത്തു. സോ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിനകത്ത് മോർ ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് മോർ.
സ്ക്രീൻ റിഫ്രഷ് റേറ്റ്. സോ ഇതിവിടെ നമുക്ക് കണ്ടോ 120 ഹെർട്സ് ഹൈ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ്. ഇതാണ് റിയൽമി GT. സോ 120 ഹെർട്സ് ആൻഡ് മീൻ വൈൽ ഇത് ജസ്റ്റ് 60. സോ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വേഴ്സസ് 120 ആണ് വരുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു ഞാൻ കാണിച്ചു തരാം. ക്യാമറ എത്രമാത്രം കിട്ടുന്നില്ല, കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് ഉണ്ട് ഈ 120. ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറൻസ് അല്ല, ഒരു എന്താണ് എന്നാലും ഒരു എന്താണ് നമുക്ക് ക്യാമറ കിട്ടത്തില്ല, കുറച്ചും കൂടി ഒരു എന്താണ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇച്ചിരി കൂടി ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ബട്ട് 90 ഒബ്വിയസ്ലി ഫൈനാണ്. 90 എന്ന് പറഞ്ഞൊരു സ്വീറ്റ് സ്പോട്ടാണ്. ദാറ്റ് മീൻസ് ആ ഒരു ലാഗിനെസ്, ദാറ്റ് മീൻസ് 60 ഹെർട്സിൻ്റെ ആ ഒരു ഇതിന് ഒരു സ്മൂത്ത്നെസ് കൂടാണ്. ബട്ട് 120 പ്യുവർ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ദാറ്റ് മീൻസ് നിങ്ങൾ ഭയങ്കര സ്ക്രോൾ, ദാറ്റ് മീൻസ് ഒരു സോഷ്യൽ മീഡിയ യൂസർ, ദാറ്റ് മീൻസ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ യൂസറാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതിൻ്റെ ഡിഫറൻസസ് രണ്ടിനും തമ്മിൽ. ഓക്കെ, സോ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ളത് കാരണം ഞാനിതിന് വിൻ കൊടുക്കണം നമ്മുടെ റിയൽമി GT ആണ്. ഒരു കാരണങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടച്ച് മൾട്ടി ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ്, ദാറ്റ് മീൻസ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. ഓക്കെ, സോ ഞാൻ അത് രണ്ടിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് രണ്ടിലും ഇപ്പോൾ സെയിം ആപ്ലിക്കേഷൻ ടച്ച് മൾട്ടി ടെസ്റ്റ് ആണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 360 അറൗണ്ട്. അവർ കമ്പനി ക്ലെയിം ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് അടുത്ത് തന്നെ നമുക്ക് 360 ഹെർട്സ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് മീൻ വെൽ Nord2 അങ്ങനെ പ്രത്യേകിച്ച് ക്ലെയിമിംഗ് ഒന്നും ചെയ്യുന്നില്ല. സോ നമുക്ക് അറൗണ്ട് ഒരു 210, ഇതെനിക്ക് നേരത്തെയും 210 തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ അറൗണ്ട് ഒരു 210 ആണ് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഒരു എക്സാക്ട് റേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 210 മൈനസ് നമുക്കൊരു നമ്മുടെ എത്രയാണോ നമ്മുടെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് കുറയാണ്. സോ നമ്മുടെ 210 മൈനസ് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് അതായത് 90. സോ നമുക്കൊരു 120 ഹെർട്സ് ആണ് നമുക്ക് നമ്മുടെ Nord2 എക്സാക്ട്ലി ഒരു ഗെയിമിങ്ങിന് ഒരു വരുമ്പോൾ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. ഞാൻ പല മോഡ് ഹൈ പെർഫോമൻസ് മോഡ് ഇട്ട് നോക്കി, അങ്ങനെ കുറേ സജഷൻസ് എനിക്ക് വന്നാൽ അതെല്ലാം ഞാൻ ട്രൈ നോക്കിയിട്ടും എനിക്ക് ഇത് തന്നെയാണ് വരുന്നത്. ആൻഡ് മീൻ വൈൽ നമുക്ക് ഇതിന് 360 കിട്ടുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് വൺസ് അഗൈൻ നമുക്ക് മേളിൽ നോക്കി അറിയാം 360 അറൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കമ്പനി ക്ലെയിം ചെയ്യുന്ന സെയിം തന്നെ. അപ്പോൾ നമുക്കൊരു 240 ഹെർട്സ്, ദാറ്റ് മീൻസ് 360 മൈനസ് നമ്മുടെ 120 ഹെർട്സ് ആണ് ഇപ്പോൾ റിഫ്രഷ് റേറ്റ് ഇട്ടേക്കുന്നത്. സോ ഒരു 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും കിട്ടുന്നത്. സോ 240 വേഴ്സസ് നമുക്ക് ജസ്റ്റ് ഒരു എന്താണ് 120. സോ ഇരട്ടി ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമ്മുടെ റിയൽമി GT കിട്ടുന്നുണ്ട്. സോ അത് ഗെയിമേഴ്സിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാത്ത പോലും നമ്മൾ സൈഡ് ബൈ സൈഡ് ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് ഇത് കളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഡിഫറൻസ് ഉണ്ട്, കുറച്ചും കൂടെ സ്മൂത്ത്നെസ് ആയിട്ട്. കാരണം ടച്ച് റെസ്പോൺസ് റേറ്റ് എത്രമാത്രം ഫ്ലൂയിഡിക് ആണ്, അതനുസരിച്ച് ഗെയിമിന് റെസ്പോൺസ് വരും. സോ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ്. സോ ഡിസ്പ്ലേ 120 ഹെർട്സ് ആയതുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഈ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടെ കൂടുതലായിരുന്നു ഞാൻ വിൻ കൊടുക്കുന്നത് നമ്മുടെ റിയൽമി GT ആണ് ആ ഏരിയാസിൽ. ബട്ട് എനിക്ക് ബിൽഡ് ആൻഡ് ഡിസൈനിൽ എന്താണ് പറയുക, ഇതിൻ്റെ വോയേജർ ഗ്രേ എന്നുള്ള കളർ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ആ ഒരു ഷെയ്ഡ്, ദാറ്റ് മീൻസ് ഒരു സ്യൂട്ട് കേസ് ഡിസൈൻ, അതാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഐ ക്യാച്ച് ഡിസൈനാണ്. ബിക്കോസ് ആരായാലും ചോദിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ MI ലോണ്ട്ര വൈറ്റ് കളർ എടുക്കുമ്പോൾ നമുക്ക് ആൾക്കാർ വന്ന് ചോദിക്കും ഇതന്നെ ഈ ഫോൺ ഇങ്ങനെ, ബിക്കോസ് ഒരു യൂണീക്ക് ലുക്കാണ്. അതേപോലെ IQ7 ലെജൻഡ് BMW എഡിഷൻ. സോ അങ്ങനത്തെ ഒരു യൂണീക്ക് ഒരു സംഭവമാണ് നമ്മുടെ റിയൽമി GTയുടെ വോയേജർ. ഇതൊരു സോർട്ട് ഓഫ് ലൂണ വൈറ്റ് വെച്ചൊരു സോർട്ട് ഓഫ് ഒരു എന്താണ് ഒരു പ്രീമിയം ലുക്ക്, സോർട്ട് ഓഫ് മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് അല്ല, സോർട്ട് ഓഫ് ഒരു പ്രീമിയം കളർ തന്നെയാണ്. ബട്ട് ഒരു പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. ബട്ട് ഇത് ഒരു ന്യൂട്രൽ, ഒരു പ്രത്യേകിച്ച് ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഇതിന് ബ്ലൂ കളറിനുണ്ട്. സോ ഇത് ഒരു നോർമലി ഒരു ഗ്രേ ഷെയ്ഡ്, ഒബ്വിയസ്ലി ഒരു 9 Proയുടെ മോർണിംഗ് മിസ്റ്റ് എന്നുള്ള കളറിൽ ഇൻസ്പയർ ചെയ്ത് ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി. ബട്ട് ആ ഒരു ഷെയ്ഡ് അല്ല, അതിനൊരു മാറ്റ് ഫിനിഷ് ചെയ്തേക്കണം പോലെ. സോ എനിക്ക് ഈ ഗ്ലാസ് ബാക്കും ഒക്കെ ഉള്ളത് കാരണം എനിക്കിതിന് ഇഷ്ടപ്പെട്ടു. ബട്ട് ആ വോയേജർ ഗ്രേ ഡിസൈനാണ് എനിക്ക് ഇത് ചൂസ് ചെയ്യാറ്. സോ ബിൽഡ് ഞാൻ പ്യുവർലി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട പ്യുവർലി അത് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു കാര്യങ്ങളുണ്ട് ഇതിന് പറയാനുള്ളത്, അത് ഞാൻ നെക്സ്റ്റ് ഞാൻ ഓഡിയോ കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞുതരാം. സോ ഗൈസ് നെക്സ്റ്റത്തെ കാര്യം സ്പീക്കേഴ്സാണ് ഗൈസ്. ഒബ്വിയസ്ലി നമ്മുടെ റിയൽമി GTക്ക് അതൊരു കോൺ തന്നെയാണ്. സോ രണ്ടാമത്തെ കോൺ ഇത് പ്ലാസ്റ്റിക് ബാക്കിൻ്റെ ഒരു ബാഡ്, ബട്ട് സ്റ്റിൽ അതൊരു നല്ല രീതിയിൽ ആ ഒരു ബാക്ക് നല്ല രീതിയിൽ ഒരു 5 ലെയർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബട്ട് ഇത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബിക്കോസ് സിംഗിൾ മോണോ സ്പീക്കർ നമുക്കുള്ളൂ. ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് എന്നത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്കാണ് ഇമ്പോർട്ടൻറ്റ്, സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ചൂസ് ബിറ്റ്വീൻ ദം. ബട്ട് ഒരു മോണോ സ്പീക്കറുള്ളൂ, നമുക്കൊരു സ്റ്റീരിയോ സ്പീക്കർ. സോ ഒബ്വിയസ്ലി അത് ക്ലിയർ വിൻ തന്നെ നമ്മുടെ Nord2 കൊണ്ടുപോകും. ആൻഡ് ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചിട്ട് രണ്ടിൻ്റെ. സോ ഫസ്റ്റ് ഞാൻ ആദ്യം നമ്മുടെ ഇത് റിയൽമി GT ഉണ്ടോ, സൗണ്ട് തീർന്നു ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ Nord2 ഗൈസ്. ആൻഡ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഗൈസ് നോട്ട് ഈവൻ കമ്പാരിസൺ പോലും ചെയ്യാനില്ല. ക്ലിയർ വിന്നർ തന്നെയാണ് Nord2. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയാലും ലൗഡ്നെസ്, സ്റ്റീരിയോ എഫക്റ്റ് ആയാലും ലൗഡ്നെസ് ആയാലും എല്ലാം ക്ലിയർ വിന്നർ തന്നെയാണ്. ഓരോ ഓഡിയോയാണ് ജസ്റ്റ് പ്ലേ ചെയ്യാം. സോ ഇതിനകത്ത് ആദ്യം പ്ലേ ചെയ്യാം.
pause and this. ഓ ഗൈസ് കാര്യമില്ല. സോ സ്റ്റീരിയോ സ്പീക്കേഴ്സിനായിരുന്നു ക്ലിയർ കട്ട് വിൻ, അതൊരു ഡൗട്ടേ ഇല്ല. ക്ലിയർ കട്ട് വിൻ നമ്മുടെ നോട്ട് തന്നെയാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സിനായിരുന്നു ഒരു ക്ലിയർ വിന്നർ. നെക്സ്റ്റ് നമ്മൾ ക്യാമറാസിന് വന്നു പെർഫോമൻസ് ഏരിയാസ് ഒന്ന് കോൺസെൻട്രേറ്റ്, ബിക്കോസ് ഇതൊരു ന്യൂ ചിപ്പാണ്. ദാറ്റ് മീൻസ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 778 ഒരു ന്യൂ ചിപ്പാണ്. സോ നമുക്ക് ഫസ്റ്റ് വേഴ്സസ് ഡയമൻസിറ്റി 1200. സോ ഫസ്റ്റ് നമുക്കൊരു AD2 ബെഞ്ച് മാർക്ക് തന്നെ തുടങ്ങാം. ഓക്കെ, സോ ഞാൻ AD2 ബെഞ്ച് മാർക്ക് 2 റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ റിയൽമി GT മാസ്റ്റർ വേഴ്സസ് നമ്മുടെ Nord2. സോ ഗൈസ് നമുക്ക് അത് ഹൈപ്പർ ലാപ്സ് വിടാം. സോ ഗൈസ് നമ്മുടെ AD2 ബെഞ്ച് മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5,41,000 ആണ് നമ്മുടെ റിയൽമി GT സ്കോർ ചെയ്തെങ്കിൽ 5,89,000 ഇത് നോർമലി 6 lakh വരെ ടച്ച് ചെയ്യണതാണ് നമ്മുടെ ഡയമൻസിറ്റി 1200. ബട്ട് ഡ്യൂ ടു സം റീസൺസ് ഇപ്പോൾ 5,89,000 ഇതും ഇത് 5,41,000 ആണ്. നമുക്ക് ജസ്റ്റ് CPU സ്കോർസ് നോക്കാം. ഫസ്റ്റ് CPU സ്കോഴ്സ് 1,60,000, ഇത് 1,61,000 ആയിട്ടുണ്ട് റിയൽമി GT. ആൻഡ് ഇവിടെ GPU 1,91,000, പക്ഷേ ഇത് GPUയുടെ കുറച്ച് കുറഞ്ഞു, 1,57,000 ഉള്ളൂ. ആൻഡ് മീൻ വൈൽ മെമ്മറിയുടെ കാര്യത്തിൽ വെച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് കുറവാണ് ഇവിടെ. അതുപോലെ തന്നെ UX-ൻ്റെ കാര്യത്തിലും ഇവിടെ കുറവ്. UX-ന് നേരെ തിരിച്ച് Nord2 ആണ് കുറവ്. ആൻഡ് ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ 5.2 ഇവിടെ കൂടിയിട്ടുണ്ട്, ഇവിടെ 5.5 ഡിഗ്രി കൂടിയിട്ടുണ്ട്. 2-4% തന്നെ ബാറ്ററി ഡ്രെയിൻ സംഭവിച്ചിട്ടുണ്ട്. സോ ഓക്കെ, കുഴപ്പമില്ല. സോ ഗൈസ് നമ്മുടെ CPU ത്രോട്ടിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് CPU ത്രോട്ടിൽ ടു 95% ആണ് നമ്മുടെ റിയൽമി GT മാസ്റ്ററും, ഇത് 78% വരും. ദാറ്റ് മീൻസ് ഈ CPU ത്രോട്ടിൽ ടെസ്റ്റ് മെയിൻലി നമ്മളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു PUBG ഗെയിം കളിക്കാമെന്ന് വെച്ചു. സോ ആ ഗെയിം ഫസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഒരു 55 to 60 ഇടയ്ക്ക് FPS കിട്ടും. ബട്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ FPS ഒക്കെ കുറഞ്ഞിട്ടൊരു 45-ൻ്റെ അറൗണ്ട്. ദാറ്റ് മീൻസ് എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോൺ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ CPUവിൻ്റെ മാക്സിമം പെർഫോമൻസ് കുറച്ചിട്ട് പെർഫോമൻസ് കുറയ്ക്കും. അപ്പോഴാണ് ദാറ്റ് മീൻസ് നമ്മുടെ ലാഗിനെസ്സും പെർഫോമൻസ് ത്രോട്ടിലും CPU ത്രോട്ടിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓവർ ഹീറ്റായി CPU ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി അവർ പെർഫോമൻസ് കുറയ്ക്കും. സോ ഇതിന് 78% വരെ കുറച്ചു. ദാറ്റ് മീൻസ് ആണോ ഇതിന് ഗ്രാഫ് പോയാണ്ട് ഇവിടെ വരെ നല്ല പീക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നേരം കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇത് 3 GHz ആണ് ഇതിൻ്റെ മെയിൻ ക്ലോക്ക് ഇരിക്കണം. സോ നമുക്ക് പീക്ക് പെർഫോമൻസ് മാക്സിമം കിട്ടി. ബട്ട് ബാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും CPU ത്രോട്ടിൽ ചെയ്ത് കണ്ടോ കുറഞ്ഞ പെർഫോമൻസ് എല്ലാം ഡ്രോ ആയിപ്പോയി, കുറഞ്ഞു പോയി. അപ്പോൾ അത് കാരണം അത്രയും കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇത് ഉണ്ടാവും ഫുൾ എപ്പോഴും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, പക്ക ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് 95% വരെ കുറഞ്ഞുള്ളൂ. സോ അമേസിങ്. നമുക്ക് അത് എന്നാലും ക്ലിയർ വിൻ നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ റിയൽമി GT. അത് ഒബ്വിയസ്ലി സ്നാപ്ഡ്രാഗൺ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഡയമൻസിറ്റി 1200 അത്ര ഒരു എക്സ്പീരിയൻസ്. ബട്ട് ഒബ്വിയസ്ലി ഫൈൻ ആണ്. ഒബ്വിയസ്ലി CPU ചൂടാവും, പിന്നെ വലിയൊരു മാറ്ററുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് വരുന്ന ക്യാമറാസ് ആണ്. സോ നമ്മുടെ റിയൽമി GT മാസ്റ്ററിൻ്റെ മെയിൻ ക്യാമറ 64 MP ആൻഡ് വേഴ്സസ് നമ്മുടെ Nord2 വരുമ്പോൾ സോണി IMX ഒരു 50 MP ഒരു ക്യാമറയാണ്. ആൻഡ് മെയിൻ കാര്യം ഇതൊരു OS ഇല്ല, ഐ മീൻ GT മാസ്റ്ററിന് OS ഇല്ല, ഇതിന് OS ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 8 MP അൾട്രാ വൈഡ് ആണ് രണ്ടിനും വരുന്നത്. പിന്നെ 2 മില്ലി കാര്യത്തിലൊരു 2 MP ഒരു മാക്രോ ഇതിന് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു മോണോക്രോം സെൻസറും വരുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറയുടെ ഔട്ട്പുട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ കാണിക്കാം. Okay, so gallery. So ഇതാണ് നമ്മുടെ Nord2 ആൻഡ് ഇതാണ് നമ്മുടെ റിയൽമി GT. ഓക്കെ, ഞാൻ 2-3 ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ബാക്കി സോ ഗൈസ് ഇത് കണ്ടോ രണ്ടും നല്ല പക്ക ഷാർപ്പാണ് ഗൈസ്. കണ്ടോ അതിൻ്റെ ആ ഡെപ്ത്, ആ ഒരു ഈ റോസിൻ്റെ ഒക്കെ ഒരു ഡെപ്ത് കണ്ടോ ഇതിൻ്റെ. ആൻഡ് ഇത് നമ്മുടെ Nord2 ആണേ. ആൻഡ് ഇത് നമ്മുടെ റിയൽമി GT. ഓക്കെ, ഏതാണ് സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Nord2ൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പൊട്ടിക്ക്.
ആണ്ട് ആ ലീവ്സിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ആ കളർ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു പൊടി വളരെ മൈൻഡ് ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം, രണ്ടും പക്കയാണ് കേട്ടോ. ഉഫ് ഗൈസ്, ഒരു രക്ഷയില്ല. ഓക്കെ, സോ വേറെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. സോ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ. ബിക്കോസ് നമ്മുടെ നോട്ട് 2 OIS ഉണ്ട്, ഇതിന് OIS ഇല്ല. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് വോളിയം സോ ഇതിൽ വീഡിയോ ഉണ്ടോ, നല്ല ഷേക്കി ആയിട്ടാണ് വന്നത് നമ്മുടെ ഇതിനകത്ത് റിയൽമി GTയിലെ. ആൻഡ് മീൻ വെൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആണ് നമ്മുടെ നോട്ട് 2. നിങ്ങൾ നോക്കിയോട്ടോ, ജസ്റ്റ് പ്ലേ ആണ്. 3, 2, 1 ഗോ. കണ്ടോ ആ ഷേക്ക് കണ്ടോ, നല്ല ചാടിയാണ് പോകുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മുടെ OIS കൂടെ ഉള്ളത് കാരണം നമ്മുടെ കുറച്ചും കൂടെ നൈസായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ നോട്ട് 2 ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഇതൊരു മാക്സിമം ഇത് അൾട്രാ റെസൊല്യൂഷൻ ആണ് നോട്ട് 2 എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ 64 MB മോഡിലും കണ്ടോ, എന്തോരം ക്ലോസ് ആവാൻ നോക്കാം മാക്സിമം സബ്ജക്റ്റിൻ്റെ. കുറച്ചും കൂടെ നമുക്ക് സൂപ്പർ ക്ലോസ് ആകാൻ പറ്റി നമ്മുടെ റിയൽമി GT തന്നെയാണ്, നമ്മുടെ 64 MB മോഡ്. ഇത് നമ്മൾ അൾട്രാ റെസൊല്യൂഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ബട്ട് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് നമ്മുടെ റിയൽമി GT ആണ്. സൂപ്പർ ക്ലോസ് ആകാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ഹൈ റെസൊല്യൂഷൻ ഇട്ടുമ്പോൾ. ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു സ്കൈയുടെ ഫോട്ടോ. ഓക്കെ, രണ്ടും കട്ടൊക്കെയാണ് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയാൻ. ബട്ട് OIS ഉള്ള കാരണം പ്യുവർലി ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇതിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ സ്കൈയുടെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. കണ്ടോ, രണ്ടും കൊള്ളാം. ഓക്കെ, ആൻഡ് പിന്നെ കണ്ടോ, ഇത് കുറച്ചൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഫോട്ടോസിൽ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ്, വീഡിയോസിൽ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ് നമുക്ക് നോട്ട് 2 കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനൊരു സ്ലൈറ്റ് വിൻ നമ്മുടെ നോട്ട് 2 കൊടുക്കുന്നത്. പിന്നെ രണ്ടും 32 MB ഫ്രണ്ട് ക്യാമറ, രണ്ടിനും എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നി. പിന്നെ 5G ബാൻഡ്സിൻ്റെ കാര്യം പറയാം. സോ 5G ബാൻഡ്സ് നമുക്ക് OnePlus നോട്ട് 2 6 5G ബാൻഡ്സ് ആണുള്ളത്. ആൻഡ് മീൻ വെൽ നമ്മുടെ റിയൽമി GTക്കകത്ത് 8 5G ബാൻഡ് ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇത് 4500 mAh ബാറ്ററി, ഇത് 4300 mAh. ആൻഡ് രണ്ടിനും നമ്മുടെ സെയിം ഡിറ്റോ ചാർജേഴ്സ് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് സൂപ്പർ ഡാറ്റിന് പകരം ഇത് വാർപ്പ് ചാർജ് എന്നുള്ള പേര് മാത്രം മാറ്റിയിട്ടുണ്ട്. സെയിം 65 വാട്ട് ചാർജറാണ് വരുന്നത്. സോ ഇത് 4300 കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ചാർജ് ആവും. ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ബട്ട് വലിയൊരു മാനേജബിൾ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ ജസ്റ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, രണ്ടും റാപ്പിഡ് ഫാസ്റ്റ് ആയിരുന്നു. എന്നാൽ വൺസ് മോർ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, കുറച്ചും കൂടെ ഫാസ്റ്റ് ഇൻ 3, 2. എനിവേസ് യു ഗൈസ് അത് ജഡ്ജ്, നിങ്ങൾക്ക് നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, എനിക്ക് സോർട്ട് ഓഫ് കൺഫ്യൂസ്ഡ് ആണ്. ഒരു സെക്കൻഡ് ഹെഡ്, ഒരു പൊട്ടിക്ക ഹെഡ് നോട്ട് 2 ആണെന്നൊരു സംശയമുണ്ട്. ആൻഡ് മൂവ് ടു ഫേസ് റെക്കഗ്നിഷൻ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, അത് GT ആണ് കേട്ടോ, കുറച്ച് GT മാസ്റ്റർ ആണ്. അഗെയിൻ വൺസ് അഗെയിൻ ഇൻ 3, 2, 1 ആൻഡ് ഗോ. യെസ്, അത് GT ആണ്, കുറച്ചും കൂടെ ഒരു പൊട്ടിക്കും ഫാസ്റ്റായിട്ട്. ബട്ട് രണ്ടും കട്ടയ്ക്കാണ്. ഓക്കെ, സോ രണ്ടിനും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, NFC ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പിന്നെ Wi-Fi 6 ആണ്, Bluetooth 5.2 ആണ്. ആൻഡ് നൗ ജസ്റ്റ് ഫൈനലി നമുക്കൊരു സ്റ്റാർ വാല്യൂ നോക്കാം. ഓക്കെ, *#07#. ആൻഡ് ഇവിടെ *#07#. സോ നമുക്ക് നമ്മുടെ നോട്ട് 2 സ്റ്റാർ വാല്യൂ ഹെഡ് വന്നിരിക്കുന്നത് 1.14. ഇവിടെ നമുക്ക് നമ്മുടെ GTക്ക് ഹെഡ് വന്നിരിക്കുന്നത് 1.05 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോഡി ഇത് 1.15, ഇത് 1.18 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഗൈസ് അത്രേ ഉള്ളൂ നമ്മുടെ നോട്ട് 2 വേഴ്സസ് നമ്മുടെ റിയൽമി GT മാസ്റ്ററിൻ്റെ കമ്പാരിസൺ. സോ ഗൈസ് സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയാസ്.